ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഉപ്പുമാവായിട്ടാണ് വന്നിരിക്കുന്നത്. ഓട്സ് ഇങ്ങനെ ഒട്ടാണ്ട് നല്ല മണിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ. അപ്പോൾ ആദ്യം തന്നെ അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത്, നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ 2 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക, ഒരു 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂണ് നമ്മുടെ ഉഴുന്നും പരിപ്പ്, അതൊക്കെ ഇട്ട് നന്നായി പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ്, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ എടുത്തത് ക്യാരറ്റ്, സബോള, പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് വേപ്പില. അപ്പോൾ പച്ചമുളക് ഇപ്പോൾ ഞാൻ ഒരു 3 എടുത്തിട്ടുണ്ട് കേട്ടോ, എരിവ് ഇത്തിരി കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി. നിങ്ങൾക്ക് എരിവിൻ്റെ ആവശ്യമില്ലെങ്കിൽ ഒരു 2 ഒരെണ്ണമൊക്കെ ആയിട്ട് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അത് നന്നായി വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാം. അപ്പോൾ ഓവറായിട്ട് ഉപ്പ് ഇടരുത് കേട്ടോ, ഓട്സ് ആയ കാരണം കുറച്ച് ഉപ്പിട്ടാൽ മതി. അങ്ങനെ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. അതും ഇട്ടിട്ട് നന്നായി ഇളക്കിയെടുക്കുക. എന്നിട്ട് അത് നന്നായി ഇങ്ങനെ വഴന്ന് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം ആയാലും രാത്രി പകലായാലും അതേ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1/4 കപ്പാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഒരു 4 കപ്പാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അതിട്ടിട്ട് നന്നായി അങ്ങോട്ട് മിക്സ് ആക്കുക. പിന്നെ നമ്മൾ റവ ഉപ്പുമാവ് ഉണ്ടാക്കണ പോലെ കുറേ വെള്ളമൊന്നും ഒഴിക്കണ്ട, കാരണം വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാകെ ഒട്ടി പിടിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറേശ്ശെ വെള്ളം ഇങ്ങനെ തെളിച്ച് കൊടുക്കുക. തെളിച്ച് കൊടുത്തിട്ട് തീ നന്നായി സിമ്മിലിട്ടിട്ട് ഒന്ന് വേവാൻ വയ്ക്കുക. അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട പിടിച്ചിരിക്കും, ആകെ ഇങ്ങനെ തിന്നാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തെളിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് മൂടി വെച്ചിട്ട് അടിപൊളി ഓട്സ് ഉപ്പുമാവ് ഉണ്ടായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ.